മലങ്കര സഭയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഒന്നാണ് മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ നിശ്ചയങ്ങൾ. പരിശുദ്ധ അന്ത്യോക്യായുടെ പത്രീർക്കീസ് പത്രോസ് തൃതീയനെന്നും പത്രോസ് നാലാമനെന്നും ഒക്കെ പറയുന്നുണ്ട്. ശരിക്കും പത്രോസ് നാലാമനാണ് ചരിത്രത്തിൽ, എന്നാൽ പത്രോസ് മൂന്നാമനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മലങ്കരയിൽ എഴുന്നള്ളി വന്ന് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഈ സഭയിൽ കൊണ്ടുവന്നു. മലങ്കര മെത്രാപ്പോലിത്തായുടെ ഏകഛത്രാധിപത്യത്തിന് കീഴിൽ നിന്നും മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഭദ്രാസന വിഭജനങ്ങൾ തുടങ്ങി പരിശുദ്ധനായ കൊച്ചുതിരുമേനിയെ മെത്രാപ്പോലിത്തയായി വാഴിക്കുന്നത് തുടങ്ങി വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് അന്നെടുത്തത്. ആ സന്ദർശനത്തിൽ, അപ്പോസ്തോലിക സന്ദർശനത്തിൽ, ഈ ഇടവകയ്ക്ക് ലഭിച്ച മഹാഭാഗ്യം അത് ചെറുതായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിലൂടെ അന്നത്തെ സുന്നഹദോസിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരു ശില വാഴ്ത്തി അത് ഇതിൻ്റെ അടിസ്ഥാനമായി സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു ഇടവകയാണ് പരിശുദ്ധ പത്രീർക്കീസ് ബാവായുടെ. അപ്രയം രണ്ടാമൻ പത്രീർക്കീസ് ബാവായുടെ പ്രഥമ സന്ദർശനത്തിൽ ഞാൻ ഈ ഇടവകയിൽ വരികയുണ്ടായി. മറ്റൊരു സന്ദർഭത്തിലും ഇവിടെ വന്നിട്ടുണ്ട്. സഭയോടും സഭാവിശ്വാസത്തോടും ഈ ദേശത്തോടുമൊക്കെ എല്ലാ അർത്ഥത്തിലും വലിയ വിധേയത്വവും സ്നേഹവും സമൂഹത്തോട് സമരസപ്പെട്ടുമൊക്കെ പതിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഗ്രഹീത ഇടവക. നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ ദേവാലയം, അതിൻ്റെ മോടി പിടിപ്പിക്കൽ, അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ആരാധന, ദൈവം, ദേവാലയം, ഇതൊക്കെ ഇഴചേർന്ന് കിടക്കുന്നതാണ്. പക്ഷെ അതിലേക്കൊക്കെ എത്രമാത്രം ആരാധിക്കുന്ന ജനത്തെ കണക്ട് ചെയ്യാൻ അത് ഞാനും നിങ്ങളുമൊക്കെയാണ്. നമ്മൾ എത്രമാത്രം ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ജൂബിലി സ്വാഭാവികമായിട്ടും ഒരാഘോഷം തന്നെയാണ്. അത് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 50-ാം വർഷം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് സകലരോടും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയമെടുക്കും. യഥാർത്ഥത്തിൽ ആരാധനയിലൂടെയാണ് നമ്മൾ ഈ ദേവാലയത്തോടെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. 150 വർഷമായി ഇവിടെ ആരാധിക്കുന്നു. ആരാധനയിൽ ആത്മീയതയുണ്ടായിരുന്നു. ആരാധനയിൽ ക്രിസ്തു സാന്നിധ്യമുണ്ടായിരുന്നു. ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു ജനതതി. അതുകൊണ്ടാണ് 150-ാമത് വർഷം ആഘോഷിക്കുമ്പോഴും പൂർവ്വപിതാക്കന്മാർ തുടങ്ങി വെച്ചത് അതിനെ കൃത്യതയോടും നിറവോടും വിശ്വസ്തയോടും സമർപ്പണത്തോടും കൂടുതൽ കരുത്തോടും കൂടി ഇന്നും സാക്ഷ്യപ്പെടുത്തുവാൻ ഈ അനുഗ്രഹീത ദേവാലയത്തിന് സാധിക്കുന്നത്. അപ്രകാരമുള്ള വലിയ നന്മകൾ നമുക്ക് ചെയ്തു തന്ന ഉടയ തമ്പുരാനെ എത്രമാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ക്രിസ്തു ഒരിക്കലും നമ്മിൽ നിന്നും ഓടി അകലുന്നില്ല. രക്ഷകനായ ക്രിസ്തു എപ്പോഴും നമുക്കൊപ്പമുണ്ട്. ഓടി അകലുന്നത് ആരാണ്? ഞാനും നിങ്ങളുമൊക്കെയാണ് ഓടി അകലുന്നത്. ഒരിക്കലും ദൈവം നമ്മിൽ നിന്നും ഓടി അകലുന്നില്ല. അതാണ് ദൈവാലയം. അതിൻ്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ദൈവം വസിക്കുന്ന ആ ഇടത്ത് എനിക്കും വന്നു നിന്ന് പ്രാർത്ഥിക്കുവാൻ, സമയം ചെലവഴിക്കുവാൻ, വിശുദ്ധിയോടെ നിൽക്കുവാൻ ഒരു അവസരം ലഭിക്കുകയാണ്. ഈ അവസരം പാഴാക്കാതെ 150 വർഷവും ആരാധിക്കുന്ന സമൂഹമായി
ആരാധനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ടാകണം. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇന്ന് നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലമാണ്. തിന്മകൾക്ക് നിറം ചാർത്തുന്ന ഒരു കാലവും. മുരുകൻ കാട്ടാക്കടയുടെ പ്രസിദ്ധമായ നെല്ലിക്ക എന്ന കവിതയിലെ വരികളാണ്. ശരിയല്ലേ? മ്ലേച്ഛതയെ മാന്യതയുടെ മൂടപണം അണിയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ആദാമും ഹവ്വായും ആരാധിച്ചിരുന്നില്ല. അവർക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്താ കാരണം? ദൈവം അവരോടൊപ്പമാണ്. എപ്പോഴും ദൈവം അവരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഒരിക്കലും അവർ ഒറ്റയ്ക്കായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ദൈവത്തോടുള്ള ആരാധനയല്ല, ദൈവത്തോടുള്ള ടോട്ടൽ കമ്മ്യൂണിയനാണ് ആ സഹവാസം. ആരാണ് ദൈവത്തിൽ നിന്ന് ഓടിയകുന്നത്? ദൈവമാണോ ആദാമിനെ ഹവ്വായും ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ, ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടല്ലോ, നീ എവിടെയാ? പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അകത്തായിരിക്കുന്നു, എന്നെ നിർബന്ധിക്കരുത്. ഇതവരുടെ വാക്കുകളാണ്. പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട്. നഗ്നതയാണ് വിഷയം. പ്രിയമുള്ളവരെ, നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഓരോ ജൂബിലികളും, ഓരോ കൂടിവരവുകളും, ഓരോ ആരാധനയും നമ്മെ പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അടുത്തൊരു തലമുറ വരുന്നുണ്ട്, കയീനും ഹാബേലും. അവിടെ തുടങ്ങുന്നു ആരാധന, അവിടെ തുടങ്ങുന്നു വഴിപാടുകൾ. നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുവാൻ വേണ്ടിയുള്ള ആരാധന അവിടെ ആരംഭിക്കുകയാണ്. രണ്ടുപേരും വഴിപാടർപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെയോ കയീന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അസൂയയാണ് സഹോദരനോട്. എന്നാൽ യഹോവയായ ദൈവം അവനോട് പറയുന്നുണ്ട്, നീ ഒന്ന് ശ്രമിച്ചാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരവസരവും കൂടി ഞാൻ നിനക്ക് തരാം. അവിടെയും ദൈവം കൂടെ തന്നെയുണ്ട്. നീ ഒന്ന് നന്നാവ്, നീ ഒന്നുകൂടെ നന്നായി സമർപ്പിക്കുക, നീ ഒന്നുകൂടെ വിശ്വസ്തതയിൽ കർത്താവിൻ്റെ യാഗമർപ്പിക്കൂ. അവൻ കേൾക്കുന്നില്ല. അവനോട് പറയുന്നുണ്ട്, പാപം വാതിക്കൽ കിടക്കുന്നു, നീ നന്മ ചെയ്തില്ലെങ്കിൽ അത് നിനക്കുള്ള അടയാളമാണ്. പ്രിയമുള്ളവരെ, ആരാധന എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ദൈവവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എത്രമാത്രം നടക്കുന്നുണ്ട് എന്നുള്ളത് ക്രിസ്തീയ കൂട്ടായ്മകളിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജൂബിലിയിൽ 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഒന്ന്, ക്രിസ്തു നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാ? ഇന്ന് നമ്മുടെ ദൈവാലയത്തിലെ മുഴുവൻ കുടുംബങ്ങളിലെ മുഴുവൻ ആളുകളും നിരന്തരമായ ആരാധനയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. ഇന്ന് അനേകർ ദൈവത്തിൽ നിന്നുമൊക്കെ അകന്നു മാറി ജീവിക്കുന്നവരുണ്ട്. ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവർ, ഡാർക്ക് വെബ്, അതുപോലെ തന്നെ ഡാർക്ക് മാസ്, വഴിതെറ്റിപ്പോകുന്ന വലിയൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ദൈവത്തെ അറിയാത്ത, ആരാധിക്കാത്ത അനേകം ആളുകൾ നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട്. സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട്. അവിടെയെല്ലാം തിന്മകൾക്ക് നിറം ചാർത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ ഈ പ്രഭാവലയത്തിലേക്ക് അടുത്തു വരാൻ സാധിക്കും? ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ ഒരു കാലത്താണ്
ക്രിസ്തു ചോദിക്കുന്നു, എവിടെയാ? ഉപചോദ്യങ്ങളുണ്ട് അതിന്. വീട്ടിൽ നിന്നും ഇറങ്ങി ദേവാലയത്തിലേക്ക് പോകേണ്ടവനാണ്. അവനോടാണ് ചോദിക്കുന്നത്, നീ എവിടെയാ? അവൻ എങ്ങും എത്തിയിട്ടില്ല. അവൻ്റെ ജീവിതം തകർന്നെറിഞ്ഞ് പോയിട്ടുണ്ടാകാം. അപ്പോഴും അവനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. ആദാമിനെയും ഹവ്വായെയും അന്വേഷിച്ചു വന്ന ദൈവം, കായേനെ അന്വേഷിച്ചു വന്ന ദൈവം ഈ അന്വേഷണം തുടരുകയാണ്. നീ എവിടെയാ? നീ എവിടെയാണ് ചെന്ന് ചാടിയിരിക്കുന്നത്? നിനക്ക് എവിടെയാണ് അപകടം പറ്റിയിരിക്കുന്നത്? നീ എങ്ങനെയൊക്കെയായി? ഓർമ്മപ്പെടുത്തലാണ്, സെർച്ചിങ്. ദൈവം നമുക്ക് പിന്നാലെയുണ്ട്. നമ്മളാണ് ഓടി ഒളിക്കുന്നത്. ആ വിളി കേൾക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ദേവാലയത്തിൽ വന്നു നിൽക്കുന്ന, ആരാധിക്കുന്ന എന്നോടും നിന്നോടും ഈ ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? ആരാണ് സഹോദരൻ? സഹോദരൻ എന്ന് പറയുന്നത് രക്തബന്ധത്തിൽ പിറന്നവർ മാത്രമല്ല. നിന്റെ സഹോദരൻ എവിടെ? നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കാം. ആരാധനയ്ക്ക് വരുമ്പോൾ എന്താണ് എൻ്റെ സഹോദരൻ്റെ അവസ്ഥ? എവിടെയാണ് എൻ്റെ സഹോദരൻ? ഞാനും അവനും തമ്മിലുള്ള ബന്ധമെന്താണ്? ആ ബന്ധത്തിൽ, വഴിവിട്ട ബന്ധത്തിൽ അല്ലെങ്കിൽ വേർപിരിഞ്ഞ ബന്ധത്തിൽ എനിക്ക് എൻ്റെ കർത്താവിനെ എങ്ങനെ ആരാധിക്കാൻ സാധിക്കും? ആരൊക്കെയാണ് നിൻ്റെ സഹോദരങ്ങൾ? പതിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ? മരുന്നില്ലാതെ, രോഗത്തിന് ശമനം വരുത്തുവാൻ പൈസയില്ലാതെ കഷ്ടപ്പെടുന്നവർ എവിടെ? വിശന്ന് വലഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാത്ത സഹോദരൻ എവിടെ? സ്വന്തമായ ഒരു ചെറിയ കൂരയില്ലാതെ തെരുവിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന അനേകം കുടുംബങ്ങൾ എവിടെ? നിന്റെ അപ്പൻ എവിടെ? അമ്മ എവിടെ? സഹോദരങ്ങൾ എവിടെ? മക്കളെവിടെ? എന്തെല്ലാം ചോദ്യങ്ങളാണ് ക്രിസ്തു ദേവാലയത്തിലായിരിക്കുന്ന നമ്മോട് ചോദിക്കുന്നത്. അതെല്ലാം ആഘോഷങ്ങളുടെ, ജൂബിലിയുടെ, ആത്മനിറവിൻ്റെയും ചൈതന്യത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും മധ്യേ നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. നിന്റെ സഹോദരൻ എവിടെ? നമുക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ സഹോദരനോട്, സഹജീവികളോട്? യഥാസ്ഥാനപ്പെടേണ്ടുന്ന വർഷമാണ്. ഓരോരുത്തരും അവരുടെ അവകാശങ്ങളിലേക്ക് തിരികെ പോകാൻ പ്രേരിപ്പിക്കേണ്ടുന്ന വർഷമാണ്. നിന്റെ സഹോദരൻ എവിടെ? വീണ്ടും ഒരു ചോദ്യവും കൂടെ ഉണ്ട്. ദേവാലയത്തിൽ വന്നതിന് ശേഷം തിരികെ പോകണമല്ലോ. ഈ തിരിച്ചുപോക്ക് എന്തുകൊണ്ട് മറുവഴിക്കായിക്കൂടാ? വന്ന വഴിയെ തന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അവിടെയാണ് ആരാധനയുടെ സങ്കീർണമായിട്ടുള്ള, ദൈവവിളിയുടെ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അമ്മയെയും കുഞ്ഞിനെയും കണ്ട് വണങ്ങാൻ വന്ന ജ്ഞാനികളുണ്ട്, രാജാക്കന്മാരുണ്ട്. അവർ വന്നു, കണ്ടു, കാഴ്ചയണച്ചു. ഹെരോദോസ് പറഞ്ഞതുപോലെ തിരികെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ആ വഴിയെ പോകണ്ട, ഹെരോദോസിൻ്റെ വഴിയെ പോകണ്ട, തിന്മയുടെ വഴിയെ പോകണ്ട, പാപത്തിൻ്റെ വഴിയെ പോകണ്ട. നീ മറ്റൊരു വഴി തിരഞ്ഞെടുക്കൂ. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ തിരികെ പോക്ക്, ആർദ്രതയുടെ പുതിയ വഴികൾ, സഹനത്തിൻ്റെ പുതിയ വഴികൾ, സൗഹൃദത്തിൻ്റെ പുതിയ വഴികൾ, പങ്കുവെക്കലിൻ്റെ പുതിയ വഴികൾ. പ്രിയമുള്ളവരെ, ഇത് ജൂബിലിയിൽ നമുക്ക് തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശമാണ്. സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്കാർക്കും താല്പര്യമില്ല. ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. സഹനങ്ങൾ
ഒരു ക്രിസ്ത്യാനിയുടെ അലങ്കാരമാണ്. ആ സഹനങ്ങൾ വിശ്വസ്തയോടും സന്തോഷത്തോടും സ്നേഹത്തോടും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, എന്നെ അനുഗമിക്കാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പിന്നാലെ വരണം. സ്വയം ഉപേക്ഷ മാത്രമല്ല, അവിടെ എടുക്കുന്ന കുരിശെന്ന് പറയുന്നത് എൻ്റെ സഹജീവിയുടെയും കൂടെ ആയിരിക്കണം. ഈ ദേവാലയം 3 ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾ പൊളിച്ചു കളയൂ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയാമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, 46 വർഷം എടുത്തത് പണിയാനായിട്ട്, നിനക്കിതെങ്ങനെ 3 ദിവസം കൊണ്ട് പണിയാൻ സാധിക്കും? പക്ഷെ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അത് ദൈവാലയമാകുന്ന അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോസ്തലൻ അത് തന്നെയല്ലേ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, അത് അശുദ്ധമാക്കാൻ പാടില്ല. ദൈവം വസിക്കുന്ന ഇടമാണ്. ക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്. ഈ മന്ദിരം, അതിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവത്തോടൊപ്പം, ദൈവത്തിൻ്റെ കൂടെ, ക്രിസ്തുവിൻ്റെ കൂടെ നമുക്കും ആരാധിക്കുവാൻ, അവിടെ താമസിക്കുവാൻ, സമയം ചെലവഴിക്കുവാൻ അവസരം, ഇടം ലഭിച്ചിരിക്കുന്നു. അത് വിശ്വസ്തയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും ആർദ്രതയോടും സഹാനുഭൂതിയോടും കൂടി ആരാധന നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ആരാധനയ്ക്ക് ശേഷം പുതിയ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. നീ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെയാണ്? ഈ ചോദ്യം നിരന്തരമായി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഈ തീർത്ഥാടനം നിരന്തരമായി തുടരുന്ന തീർത്ഥാടനമാണ്. അത് രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും തീർത്ഥാടനമാണ്. നമുക്ക് യാത്ര തുടരാം. അതിന് ഈ പുണ്യപ്പെട്ട ഇടം, ഈ പരിശുദ്ധ ദൈവാലയം, ദൈവം വസിക്കുന്ന ഈ ആലയം എന്നിലും നിങ്ങളിലും വിനീത ഹൃദയത്തോടെ ദൈവം വസിക്കുന്ന ആലയങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ഈ 3 ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും തുടർന്നുമുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിനുക്കുപണികൾ ചെയ്യാൻ, ജൂബിലിക്കും വർഷം തോറും പെരുന്നാളിനുമൊക്കെ പള്ളിയൊക്കെ മിനുക്കിയെടുക്കുന്നുണ്ട്. ഒരു നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുക, അല്ലേ? ഒരു നോയമ്പ് കാലം കഴിഞ്ഞു, ഒരു നോയമ്പ് കാലത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയാണ്. നമുക്കൊന്ന് ശരിപ്പെടുത്തിയെടുക്കാം. നമ്മുടെ ദേഹവുമൊക്കെ, മനസ്സും ശരീരവുമൊക്കെ, ഹൃദയമൊക്കെ ഒന്ന് വെടിപ്പാക്കിയെടുക്കാൻ, ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, നവമായി ചിന്തിക്കുവാൻ, പുതിയ വഴികൾ കണ്ടെത്തുവാൻ, ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ, ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുവാൻ, അങ്ങനെ മറ്റുള്ളവർ നമ്മുടെ വിശ്വാസം കണ്ട്, പ്രവർത്തനം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശതോത്തര ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഇടവകയെയും ഇടവകയുടെ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് പ്രശംസിക്കുന്നു. ഐക്യത്തിൽ, സമാധാനത്തിൽ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ ചേർന്ന് നിൽക്കണം. മറിച്ചുള്ള ചിന്തകൾ, മറിച്ചുള്ള പ്രാർത്ഥനകൾ, മറിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ദൈവഹിതമല്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് കാതോർക്കണം. നീ എവിടെയാ? നിന്റെ സഹോദരൻ എവിടെയാ? നിന്റെ തിരിച്ചുള്ള വഴി ഏതാണ്? അങ്ങനെ ചിന്തിച്ചും, അങ്ങനെ പ്രാർത്ഥിച്ചും, അങ്ങനെ പ്രവർത്തിച്ചും ഈ ഇടവകയ്ക്ക്, ഈ ദേശത്തിന്, ദേശവാസികൾക്ക്, നമ്മുടെ സഹോദരങ്ങളായ മറ്റ് ക്രൈസ്തവ സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരങ്ങളായ മറ്റ് മതത്തിൽപ്പെട്ടവർക്ക്, നമ്മുടെ സഹോദരങ്ങളായ മതമില്ലാത്തവർക്ക്, നമ്മുടെ സഹോദരങ്ങളായ വിശ്വാസമില്ലാത്തവർക്ക്, എല്ലാവരും മനുഷ്യരാണ്. നമുക്കാരോടും അകലം പാലിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ശുശ്രൂഷ തുടരുവാൻ ഈ അനുഗ്രഹീത ഇടവകയിലൂടെ 150 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ദേവാലയത്തിലൂടെ നിങ്ങൾക്കും പുത്തൻ ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ, പുതിയ വഴികൾ തേടുവാൻ ഈ ജൂബിലി ഒരു മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ശതോത്തര ജൂബിലിയുടെ സമാപന സമ്മേളനം ദൈവത്തിൽ ആശ്രയിച്ചും പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെയും എല്ലാ പരിശുദ്ധ പിതാക്കന്മാരും മധ്യസ്ഥൽ അഭയപ്പെടും. പ്രത്യേകാൽ പരിശുദ്ധനായ പത്രോസ് ഇഗ്നാത്തിയോസ് പത്രോസ് മൂന്നാമൻ പാത്രീർക്കീസ് ബാവായുടെ മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ടും മൺമറഞ്ഞുപോയ പരിശുദ്ധന്മാരായ പിതാക്കന്മാർ, നമ്മെ മുന്നമേ നടത്തിയവർ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പിതാക്കന്മാർ, അപ്പന്മാരും അമ്മമാരും സഹോദരങ്ങൾ, ഈ ഇടവകയെ സഭയെ സ്നേഹിച്ച ചുറ്റുപാടുകളുമുള്ള എല്ലാവരും, അവരെയൊക്കെ ഓർത്തിട്ട് 150ാമത് വർഷം പൂർത്തീകരിക്കുന്ന ഇടവകയുടെ ശതോത്തര ജൂബിലി ദൈവനാമത്തിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.